വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയിരുന്ന ഇസ്രായേൽ സ്വദേശികളെ സ്വീകരിച്ച് ഫ്രാൻസിസ് പാപ്പ. ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയിരുന്ന ഇസ്രായേൽ സ്വദേശികളെ വത്തിക്കാനിൽ സ്വീകരിച്ച് ഫ്രാൻസിസ് പാപ്പ. ഹമാസ് ഭീകര സംഘം തട്ടിക്കൊണ്ടുപോയി ഗാസയിൽ മാസങ്ങളോളം തടവിലാക്കിയ ശേഷമാണ് ഇവർ മോചിതരാകുന്നത്. വത്തിക്കാനിലെ അപ്പസ്തോലിക അരമനയിലെ ലൈബ്രറിയിൽ വെച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവരെ സ്വീകരിച്ചത്. പാപ്പ കൂടിക്കാഴ്ച നടത്തിയ സംഘത്തിൽ ഹമാസ് ഇപ്പോഴും മോചനം നൽകാത്ത ബന്ദികളാക്കിയവരുടെ ബന്ധുക്കളുമുണ്ടായിരുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ അധിനിവേശം നടത്തി ആക്രമണം നടത്തിയതോടെയാണ് വിശുദ്ധ നാട് വീണ്ടും യുദ്ധക്കളമായത്. ആക്രമണത്തിന് പിന്നാലെ 240 പേരെയാണ് അക്രമികൾ തട്ടിക്കൊണ്ടുപോയത്. 240 പേരുടെയും ബന്ധുക്കൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയായ ഹോസ്റ്റേജ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പാപ്പയുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയിൽ തട്ടിക്കൊണ്ടുപോയവരുടെ ബന്ധുക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോകൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണിച്ചു. ഇത് 3ാം തവണയാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയവരുടെ ബന്ധുക്കളുമായും മോചിതരായവരുമായും കൂടിക്കാഴ്ച നടത്തുന്നത്. ആദ്യ കൂടിക്കാഴ്ച കഴിഞ്ഞ വർഷം നവംബറിലും 2ാമത്തെ കൂടിക്കാഴ്ച ഈ വർഷം ഏപ്രിൽ 8 നടന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതു മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ബന്ദികളെ മോചിപ്പിക്കാൻ അദ്ദേഹം നിരവധി തവണയാണ് പ്രസ്താവന നടത്തിയത്. ദരിദ്രരെ അനുസ്മരിച്ചുള്ള 8ാമത് ആഗോള ദിനത്തിൽ 1300 പാവങ്ങളോടൊപ്പം ഫ്രാൻസിസ് പാപ്പ ഉച്ചഭക്ഷണം കഴിക്കും. ദരിദ്രരെ പ്രത്യേകം അനുസ്മരിച്ചുള്ള 8ാമത് ആഗോള ദിനത്തിന്റെ ഭാഗമായി 1300 പേരോടൊപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ ഉച്ചഭക്ഷണം കഴിക്കും. ഇറ്റാലിയൻ റെഡ് ക്രോസുമായി സഹകരിച്ച് സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി സംഘടിപ്പിക്കുന്ന പരിപാടി പോൾ 6 ഹാളിലാണ് ക്രമീകരിക്കുന്നത്. ദരിദ്രർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഉൾപ്പെടെ ഏറ്റവും ആവശ്യമുള്ളവരുമായി അടുത്തിടപഴകാനുള്ള പരിശുദ്ധ പിതാവിന്റെ ആഗ്രഹത്തിന്റെ അടയാളമായാണ് ആഗോള ദരിദ്രരുടെ ദിനം ഇത്തവണ ആചരിക്കുന്നതെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. കത്തോലിക്ക വിശ്വാസികൾ ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന ദരിദ്രരുടെ സാന്നിധ്യത്തെയും ആവശ്യങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞാണ് 8ാമത് ലോക ദരിദ്ര ദിനത്തിനായുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശം നേരത്തെ പുറത്തുവിട്ടത്. 2025 വിശുദ്ധ വർഷത്തിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ ഒരു നല്ല ഭാവിക്കായി പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണെന്നും പാപ്പ പറഞ്ഞിരുന്നു. 2016 ദരിദ്രരോടുള്ള തന്റെ അനുകമ്പയുടെ പ്രതീകമായി ആഗോള ദരിദ്രർക്കായുള്ള ദിനം ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചത്. എല്ലാ വർഷവും ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാളിന് ഒരാഴ്ച മുൻപാണ് ആചരണം നടക്കുന്നത്. റോമിലെ ദരിദ്രരെ വത്തിക്കാനിലേക്ക് തന്നോടൊപ്പം ഭക്ഷണം കഴിക്കാനും അവരുമായി സമയം ചെലവിടാനും പാപ്പ ഈ ദിവസം മാറ്റിവെക്കാറുണ്ട്. ചികിത്സ സഹായവും മറ്റും നൽകുന്നതും ആചരണത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിനത്തിൽ വത്തിക്കാൻ ഡിക്കാസ്റ്ററി ഹിൽട്ടൺ ഹോട്ടലിനോട് ചേർന്ന് ഏകദേശം 1200 പേർക്ക് ഉച്ചഭക്ഷണം ലഭ്യമാക്കിയിരുന്നു. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക ഡിസംബർ 1 മുതൽ ഓൺലൈനായി സന്ദർശിക്കാം. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക ഡിസംബർ 1 മുതൽ ഓൺലൈനായി സന്ദർശിക്കാം. ദൂരത്തിരുന്ന് വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക സന്ദർശിക്കാനുള്ള അവസരം ഒരുങ്ങുന്നു. ബസിലിക്കയുടെ സംരക്ഷണ പരിപാലനത്തിനായുള്ള ഫാബ്രിക് ദി സാൻ പിയത്രോ ടെക് ഭീമനായുള്ള മൈക്രോസോഫ്റ്റിന്റെ സഹായത്തോടെയാണ് അതിസങ്കീർണ സാങ്കേതിക വിദ്യയോടുകൂടിയ ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്. Let me just share a few thoughts and pieces of information about the important project that is being launched here. Let me first talk about it a little bit in technical terms, but then I think even more importantly, what I think
it means in human terms. In the world of technology, what we have built together is called a digital twin. Increasingly around the world, organizations are building digital twins. What are they? They're basically a digital counterpart of something in the physical world. Now, most often we see these being built and used by, say, manufacturing companies. They can create a twin of their entire manufacturing operation. And then they can use that to know when something is probably in need of repair. And they can use it to monitor the operations throughout. This is, I think, an extraordinary opportunity to create a digital twin, not to manage its operation in the way that others do, but to expand human understanding. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ മനോഹാരിത ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും സഹായത്തോടെയുള്ള ആസ്വാദനത്തിന് വഴിയൊരുക്കുന്ന പദ്ധതിക്കാണ് തുടക്കമായിരിക്കുന്നത്. ചരിത്രവും കലയും ആധ്യാത്മികതയും ഇഴചേർന്ന് ലോകത്തിലെ അതുല്യ ദേവാലയമായി കണക്കാക്കുന്ന വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക റോമിലെത്താതെ തന്നെ സന്ദർശിക്കാൻ തീർത്ഥാടകർക്കും സന്ദർശകർക്കും അവസരം നൽകുന്ന പദ്ധതിയാണിത്. ഡ്രോണുകളും ക്യാമറ കണ്ണുകളും ലേസർ സാങ്കേതിക വിദ്യയും ചേർന്ന് ദേവാലയ ഉൾവശത്തിന്റെ 4 ലക്ഷം ദൃശ്യങ്ങളാണ് ഒപ്പിയെടുത്തത്. ത്രിമാന ദൃശ്യങ്ങൾ സൃഷ്ടിക്കത്തക്ക വിധം ഉന്നത ഗുണനിലവാരത്തിലുള്ള ചിത്രങ്ങളാണ് പകർത്തിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. 2 ആഴ്ച സമയമെടുത്ത് ഇത്തരത്തിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സമന്വയിപ്പിച്ച് ബസിലിക്കയുടെ ഡിജിറ്റൽ പതിപ്പാണ് ഒരുക്കുന്നത്. ബസിലിക്കയുടെ മുഖ്യ പുരോഹിതനും ബസിലിക്കയുടെ സംരക്ഷണ പരിപാലനത്തിനായുള്ള ഫാബ്രിക്ക ദി സാൻ പിയത്രോയുടെ അധ്യക്ഷനുമായ കർദിനാൾ മൗറോ ഗംബെത്തി തിങ്കളാഴ്ച വത്തിക്കാൻ പ്രസ് ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് അവതരിപ്പിച്ചത്. തീർത്ഥാടകർക്കും അതുപോലെ തന്നെ പഠിതാക്കൾക്കും ഗുണകരമായ ഈ പദ്ധതിയിലൂടെ ഇന്റർനെറ്റിലൂടെ ബസിലിക്ക സന്ദർശിക്കുന്നതിനുള്ള പദ്ധതിയാണിതെന്ന് കർദിനാൾ ഗംബെത്തി പറഞ്ഞു. ഡിസംബർ 1 മുതൽ ഇന്റർനെറ്റിൽ ഇത് ലഭ്യമാക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. First, think about the opportunity for people to visit a site in person. I don't think anything is ever going to replace that. There is something about travel and seeing a place in context that is irreplaceable. But I do find, even myself yesterday, having seen the finished exhibit, to come to a place like the Basilica in person and then walk through this exhibit, one does see the physical site in a new dimension. And so I think it adds understanding for people. The second dimension that is really worth thinking about is everyone who cannot come. Because for every person who can come to Rome and to the Vatican during the Jubilee, there's hundreds of people that may wish they could come, thousands, if not more, who will not be able to. And so I think that's where this technology makes its greatest contribution, expanding that understanding of a place to everyone around the world. 44 വർഷങ്ങൾക്ക് ശേഷം പേപ്പൽ ഭവനത്തിന് പുതിയ പ്രഭാഷകൻ കപ്പൂച്ചിൻ സന്യാസ സമൂഹാംഗമായ ഫാദർ റോബർട്ടോ പസോളിനിയെ പേപ്പൽ ഭവനത്തിന്റെ പുതിയ പ്രഭാഷകനായി ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു. ബൈബിൾ പണ്ഡിതനും ബൈബിളിലെ ആത്മീയതയെക്കുറിച്ചുള്ള നിരവധി ലേഖനങ്ങളുടെയും പുസ്തകങ്ങളുടെയും രചയിതാവുമായ അദ്ദേഹം ഇറ്റലിയിലെ മിലാൻ വംശജനാണ്. 1980 മുതൽ നീണ്ട 44 വർഷങ്ങൾ പേപ്പൽ ഭവനത്തിന്റെ ഔദ്യോഗിക പ്രഭാഷകനായി സേവനമനുഷ്ഠിച്ച കർദിനാൾ റെനിയേരോ കാന്തലമസയുടെ പിൻഗാമിയായാണ് ഫാദർ റോബർട്ടോയെ പാപ്പ നിയമിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവരുടെയും വികലാംഗരുടെയും തടവുകാരുടെയും ഇടയിൽ അജപാലന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്ന ഫാദർ പസോളിനി ആഗമന നോമ്പുകാല ധ്യാന പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടാണ് തന്റെ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുന്നത്. സ്ഥാനമൊഴിയുന്ന കർദിനാൾ കാന്തലമസ 3 മാർപ്പാപ്പമാരുടെ കാലഘട്ടങ്ങളിൽ പ്രഭാഷകൻ എന്ന നിലയിൽ സേവനം ചെയ്തിട്ടുണ്ട്. താൻ ഏറെ ബഹുമാനത്തോടെ നോക്കിക്കാണുകയും തനിക്ക് ഏറെ പ്രചോദനം നൽകുകയും ചെയ്ത കർദിനാൾ കാന്തലമസയുടെ പിൻഗാമിയായി
തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഏറെ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പസ്തോലിക് പ്രഭാഷകൻ എന്നറിയപ്പെടുന്ന പേപ്പൽ ഭവനത്തിന്റെ പ്രഭാഷകന് വലിയ ഉത്തരവാദിത്തമാണുള്ളത്. മാർപ്പാപ്പയ്ക്കും വത്തിക്കാനിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും വേണ്ടി ഓരോ വർഷവും ആഗമനകാലത്തും നോമ്പുകാലത്തും വിചിന്തനങ്ങളുടെ പരമ്പര ഉൾപ്പെടെ തയ്യാറാക്കുന്നത് അദ്ദേഹമാണ്. മാർപ്പാപ്പയോട് പ്രസംഗിക്കാൻ അനുവദിക്കപ്പെട്ട ഒരേയൊരു വൈദികൻ കൂടിയാണ് അദ്ദേഹം. പരമാചാര്യന്റെ പ്രഭാഷകനെന്നും പേപ്പൽ പ്രഭാഷകനെന്നും അറിയപ്പെടുന്നുണ്ട്. 1555 പോൾ 4 മാർപ്പാപ്പയാണ് ഈ പദവി സഭയിൽ സ്ഥാപിച്ചത്. ദുഃഖവെള്ളിയാഴ്ചയിൽ മാർപ്പാപ്പ പങ്കുചേരുന്ന കർത്താവിന്റെ പീഡാനുഭവ ആരാധനയിൽ പ്രസംഗിക്കുന്നതിനുള്ള ചുമതലയും പേപ്പൽ ഭവനത്തിന്റെ പ്രഭാഷകനുണ്ട്. അസിറിയൻ വിശുദ്ധനായ നിനവയിലെ ഐസക് റോമൻ രക്തസാക്ഷികളുടെ നിരയിലേക്ക്. നൂറ്റാണ്ടിലെ ക്രൈസ്തവ പാരമ്പര്യങ്ങളിലുടനീളം ആദരിക്കപ്പെടുന്ന അസിറിയൻ ബിഷപ്പായിരുന്ന നിനവയിലെ ഐസക്കിനെ റോമൻ രക്തസാക്ഷികളുടെ നിരയിലേക്ക് ചേർക്കുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. അസിറിയൻ ചർച്ച് ഓഫ് ഈസ്റ്റ് കാതോലിക്ക പാത്രിയർക്കിസ് മാർ അവ മൂന്നാമനുമായി ഇക്കഴിഞ്ഞ ശനിയാഴ്ച വത്തിക്കാനിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ അവസരത്തിലാണ് മാർപ്പാപ്പ ഇക്കാര്യം അറിയിച്ചത്. ഒരു മാർപ്പാപ്പയും അസിറിയൻ പാത്രിയാർക്കിസും തമ്മിൽ നടത്തിയ ചരിത്രപരമായ ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് 40 വർഷങ്ങൾക്ക് ശേഷമാണ് ശനിയാഴ്ച മറ്റൊരു കൂടിക്കാഴ്ചയ്ക്ക് വത്തിക്കാൻ വേദിയായത്. കത്തോലിക്ക ആരാധന കലണ്ടറിലെ മറ്റ് ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളിൽ നിന്നുള്ള വിശുദ്ധരെ അംഗീകരിക്കുന്നതിന് സമീപകാല സിനഡിൽ നിന്നുള്ള ശുപാർശയെ തുടർന്നാണ് വിശുദ്ധ ഐസക്കിനെ റോമൻ രക്തസാക്ഷികളുടെ നിരയിലേക്ക് ചേർക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ തീരുമാനമെടുക്കുന്നത്. ഐസക് ദി സിറിയൻ എന്നും അറിയപ്പെടുന്ന നിനവയിലെ ഐസക് ഒരു ക്രിസ്ത്യൻ സന്യാസിയും ബിഷപ്പുമായി അനേകർക്ക് സാക്ഷ്യം പകർന്ന വ്യക്തിയാണ്. സന്യാസം, അനുകമ്പ, ആന്തരിക ആത്മീയ ജീവിതം എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ രചനകൾ പൗരസ്ത്യ പാശ്ചാത്യ പാരമ്പര്യങ്ങളിൽ ഉടനീളം ക്രിസ്ത്യൻ ആത്മീയതയിൽ ആഴപ്പെടുവാൻ അനേകരെ സഹായിച്ചു. AD 700 ഉമയ്യാദ് കാലിഫേറ്റിന്റെ കാലത്ത് അദ്ദേഹം നിത്യസമ്മാനത്തിന് യാത്രയാകുകയായിരുന്നു. ജ്ഞാനപൂർണമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ട്രംപിന് സാധിക്കട്ടെ എന്ന ആശംസയുമായി വത്തിക്കാൻ. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിന് ജ്ഞാനപൂർണവും വിവേചനപരവുമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കട്ടെ എന്ന ആശംസയുമായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിൻ. റോമിലെ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ നടന്ന സമ്മേളനത്തിനിടയിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നതിനിടെയാണ് കർദിനാൾ ഇക്കാര്യം പറഞ്ഞത്. അമേരിക്കയിലെയും ലോകം മുഴുവനിലെയും ധ്രുവീകരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യനായ ഒരു ഭരണാധികാരിയാകുവാനും സമാധാനത്തിന്റെയും ഘടകമാകാനും ട്രംപിന് സാധിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. ഞാൻ യുദ്ധങ്ങൾ ആരംഭിക്കില്ല, മറിച്ച് അവയെ ഇല്ലായ്മ ചെയ്യും എന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് പറഞ്ഞ വാക്കുകളും കർദിനാൾ അനുസ്മരിച്ചു. ഈ വാക്കുകൾ യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുടിയേറ്റക്കാരോടുള്ള വിവേകപൂർണമായ നയത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് മാനുഷികപരമായ രീതിയിൽ കാര്യങ്ങൾ പരിഹരിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ജീവന്റെ പ്രതിരോധം പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണെന്നിരിക്കെ ട്രംപ് ഉറപ്പു നൽകിയ ഈ ജീവന്റെ പ്രതിരോധം അദ്ദേഹത്തിന്റെ അധികാരകാലത്ത് നടപ്പിലാക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാമെന്നും കർദിനാൾ പ്രത്യാശ പ്രകടിപ്പിച്ചു. വത്തിക്കാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇനിയും ഊഷ്മളമായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. 2016-2020 കാലത്ത് പ്രസിഡന്റായിരുന്ന ട്രംപ് 78ാം വയസ്സിലാണ് വൈറ്റ് ഹൌസിലേക്ക് തിരികെ എത്തുന്നത്. മുൻപ് പ്രസിഡന്റായിരുന്നപ്പോൾ ശക്തമായ പ്രോ ലൈഫ് സമീപനം സ്വീകരിച്ച ഡൊണാൾഡ് ട്രംപ് ഇത്തവണ വിഷയത്തിൽ അയവ് വരുത്തിയത് ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഭ്രൂണഹത്യയ്ക്ക് ദേശീയ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഡെമോക്രാറ്റുകളെ അപേക്ഷിച്ച് ഭ്രൂണഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് അംഗമായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിലപാടുകൾക്ക് പൊതുവെ സ്വീകാര്യതയാണുള്ളത്. രക്തസാക്ഷിത്വത്തിന്റെ മൂല്യത്തെ ഉയർത്തിക്കാട്ടി ഫ്രാൻസിസ് പാപ്പ. വ്യക്തിപരമായ ശ്രമത്തിന്റെയോ
തീരുമാനത്തിന്റെയും മാത്രം ഫലമല്ല രക്തസാക്ഷികളുടെ ജീവത്യാഗമെന്നും മറിച്ച് ദൈവസ്നേഹത്തിന്റെ ശക്തിയാൽ ഒരുവന്റെ ജീവിതം മാറ്റപ്പെടുമ്പോഴാണ് അത് സാധ്യമാവുകയെന്നും ഫ്രാൻസിസ് പാപ്പ. രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് വിശുദ്ധരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി ഒരുക്കിയ കോൺഫറൻസിൽ സംബന്ധിച്ചവർക്ക് കൂടിക്കാഴ്ച അനുവദിച്ച വേളയിലാണ് വിശ്വാസത്തിനായി ജീവനേകുന്നതിന്റെ മൂല്യത്തെക്കുറിച്ച് പാപ്പ ഉദ്ബോധിപ്പിച്ചത്. E nella tradizione cattolica sempre c'è questo motto, questo detto: a Gesù per Maria. La Madonna ci fa vedere Gesù e lei ci apre le porte. Sempre la Madonna è la mamma che ci porta per mano verso Gesù. Mai la Madonna segnala se stessa. La Madonna segnala Gesù. E questa è la pietà mariana. A Gesù per le mani della Madonna. സ്നേഹിതർക്കു വേണ്ടി ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ ക്രിസ്തുവിന്റെ വചനം പാപ്പ തന്റെ പ്രഭാഷണത്തിൽ ഉദ്ധരിച്ചു. ഒരാളെ വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കാൻ വലിയ അത്ഭുതങ്ങളുടെ ആവശ്യമില്ലെന്നും രക്തസാക്ഷിത്വം അതിന് മതിയായ കാരണമാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. സുഹൃത്തുക്കൾക്കായി ജീവനേകുക എന്നത് ജീവിതത്തിൽ പ്രത്യാശയും ആശ്വാസവും വളർത്തുന്ന ഒന്നാണെന്ന് പാപ്പ പറഞ്ഞു. അന്ത്യത്താഴവേളയിൽ ക്രിസ്തു തന്റെ ജീവൻ കുരിശിൽ നൽകപ്പെടാൻ പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചതിനെക്കുറിച്ച് പരാമർശിക്കുകയായിരുന്നു പാപ്പ. സ്നേഹത്തിന് മാത്രമേ കുരിശുമരണത്തിന്റെ കാരണം നൽകാനാവൂ എന്ന് പാപ്പ വ്യക്തമാക്കി. ദൈവസ്നേഹത്തിന്റെയും കരുണയുടെയും പൂർണ്ണതയാണ് ക്രിസ്തുവിന്റെ കുരിശിൽ നാം കാണുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. രക്തസാക്ഷികൾ ക്രിസ്തുവിന്റെ മാതൃക പൂർണ്ണമായി സ്വീകരിച്ച ശിഷ്യനാണെന്നും സ്വയം നിഷേധിച്ച് തന്റെ കുരിശെടുത്ത് ക്രിസ്തുവിന്റെ പിന്നാലെയുള്ള യാത്രയിലൂടെ അവർ വിശ്വസനീയമായ സാക്ഷ്യമാണ് നൽകുന്നത്. അങ്ങനെ ക്രിസ്തുവിനും സഭയ്ക്കും വേണ്ടി ജീവൻ നൽകിയവരെക്കുറിച്ച് വലിയ ബഹുമാനത്തോടെയാണ് സഭയെന്നും കണ്ടുവന്നിരുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. നമുക്ക് മാനുഷികമായി സാധിക്കുന്നതിനപ്പുറം ദൈവത്തെയും സഭയെയും സ്നേഹിക്കാൻ സഹായിക്കുന്ന ദൈവസ്നേഹത്തിന്റെ ശക്തിക്കായി നമ്മെ തന്നെ വിട്ടുകൊടുക്കേണ്ടതിന്റെ പ്രാധാന്യം പാപ്പ എടുത്തു പറഞ്ഞു. എല്ലാ മനുഷ്യർക്കും വിശുദ്ധിയിലേക്കുള്ള ഒരു വിളിയുണ്ടെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ രേഖ ലൂമൻ ജെൻസിയും പരാമർശിച്ചുകൊണ്ട് പാപ്പ ഓർമ്മിപ്പിച്ചു. Dicendo il suo sì, quando Maria accetta e dice all'angelo sì, che si faccia la volontà del Signore, accetta essere la madre di Gesù, oggi diremmo che Maria si offre come una pagina bianca su cui il Signore può scrivere ciò che vuole. Il sì di Maria all'angelo, ha scritto un noto esegeta, rappresenta il vertice di ogni comportamento religioso davanti a Dio, perché ella esprime nella maniera più elevata la disponibilità unita alla prontezza. Il voto più significativo che si accompagna alla più grande pienezza. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.